കഠിനംകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തേക്കും. വിഷം കഴിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജോൺസനെ ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഈ മാസം 21-നാണ് ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ ആതിരയെ പ്രതി വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി സ്വാന്തന സാജു ഉണ്ട്. സ്വാന്തന, എപ്പോഴായിരിക്കും ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക? അതിനാ ഞാനിപ്പോൾ നിൽക്കുന്നത് കഠിനംകുളം പോലീസ് സ്റ്റേഷനിലാണ്. ഈ കഠിനംകുളത്ത് കഴിഞ്ഞ 21-ാം തീയതി നടന്ന കൊലപാതകം തലസ്ഥാനത്തെ തന്നെ നടുക്കിയ കൊലപാതകങ്ങളിലൊന്നായിരുന്നു ഈ ആതിര കൊലപാതകം. ആ ഒരു കൊലപാതക കേസിലെ പ്രതിയായ ജോൺസൺ ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്. ഇന്നലെ രാത്രി ഏതാണ്ട് ഏറെ വൈകിയാണ് അയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പോലീസ് തലസ്ഥാനത്തേക്ക് എത്തിച്ചത്. ആദ്യം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചത്. നമുക്കറിയാം, സ്വാഭാവികമായും ജനരോക്ഷം ഉണ്ടാകാനുള്ള വലിയ ഒരു സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അവിടെ നിന്നാണ് ഇന്ന് രാവിലെ വീണ്ടും കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. ഇതിനുശേഷമായിരിക്കും അതിനെ ചോദിച്ചതുപോലെ തന്നെ ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകുക, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ കസ്റ്റഡിയിൽ വാങ്ങി ഇതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ അതിനുശേഷമായിരിക്കും ഉണ്ടാകുക. നിലവിൽ ഇപ്പോൾ രാവിലെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇന്നലെ രാത്രിയാണ് ഇയാളെ കോട്ടയത്ത് നിന്നും കൊണ്ടുവന്നത്. 21-ാം തീയതിയാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ആതിരയുടെ വീട്ടിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം ഉണ്ടാകുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആതിരയുടെ വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ആതിരയുടെ ഭർത്താവ് ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലെ ശാന്തിയാണ്. അവിടെ ജോലിക്ക് പോയിരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ജോൺസൺ വീട്ടിൽ വരികയും ആതിരയെ കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ തമ്മിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഇവർ സുഹൃത്തുക്കളായത്. ഇവർ ഈ ആതിരയെ കൂടെ ചെല്ലുവാൻ ഈ ജോൺസൺ നിർബന്ധിക്കുകയുണ്ടായി. ഒന്നിച്ച് താമസിക്കുവാൻ വേണ്ടി കൂടെ ചെല്ലാൻ നിർബന്ധിക്കുകയുണ്ടായി. പക്ഷെ പോകാൻ ആതിര തയ്യാറായിരുന്നില്ല. ഇവിടെ തൊട്ടടുത്ത് പെരുമാതുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒന്നിച്ച് താമസിക്കുവാൻ വേണ്ടി ഒരു വീടല്ല, അത് ലോഡ്ജ് പോലെ ഒരു സ്ഥലമാണ്. അവിടെ മുറിയടക്കം ഈ ജോൺസൺ എടുക്കുകയുണ്ടായി. പക്ഷേ കൂടെ ചെല്ലുവാൻ ആവശ്യപ്പെട്ടിട്ടും ആതിര ചെല്ലാൻ തയ്യാറായിരുന്നില്ല. അതിൻ്റെ ഒരു വൈരാഗ്യമാണ് കൊലയിലേക്ക് എത്തിയത് എന്നാണ് പ്രാഥമികമായി പോലീസ് കരുതുന്നത്. അതൊക്കെ തന്നെയും ഇനി ഈ വിശദമായി തന്നെ ജോൺസണോട് ചോദിച്ചറിയേണ്ടതുണ്ട്. അത് തന്നെയാണോ കൊലപാതകത്തിന് കാരണമായത് എന്നുള്ളതൊക്കെ. ആതിരയുടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തിയാണ് ജോൺസൺ കൊലപ്പെടുത്തിയത്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു. ആതിരയുടെ ഭർത്താവ് ഏതാണ്ട് ഉച്ചയോടെ വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീടാണ് പോലീസിൽ അറിയിക്കുകയൊക്കെ ചെയ്തത്. അപ്പോഴേക്കും പ്രതി ഈ ജോൺസൺ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആതിരയുടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ചെറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്നാണ് ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടത്. അന്ന് മുതൽക്ക് തന്നെ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. തുടർന്ന് 23-ാം തീയതിയാണ് കോട്ടയത്ത് നിന്നും ജോൺസനെ കണ്ടെത്തിയത്. ഈ ജോൺസനെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഇയാൾ കാണാതായതിനു പിന്നാലെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറത്തിറക്കിയിരുന്നു. അത് കണ്ട് ഈ വാർത്ത കണ്ട് ഈ കോട്ടയത്ത് ഒരു വീട്ടിലെ ഒരു സ്ത്രീയാണ് ഇയാൾ തിരിച്ചറിയുകയും പിന്നീട് തന്ത്രപരമായി പോലീസിനെ വിളിച്ചറിയിച്ച് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തത്. പോലീസ് ഇയാളെ പിടികൂടുന്ന സമയത്ത് ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ നിരവധി ഗുളികകൾ, പാരസെറ്റമോൾ ഗുളികകളും അതുപോലെ തന്നെ എലിവിഷവും ഈ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ ഗുരുതരാവസ്ഥയിലാകുകയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് കുറേ ദിവസം ചികിത്സയിലിരുന്നു. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വൈദ്യപരിശോധനയിൽ ഉറപ്പാക്കിയ ശേഷമാണ് ഇന്നലെ രാത്രി ഇയാളെ പോലീസിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രി ഇയാളെ പോലീസിന് കൈമാറിയത്. ശേഷമാണ് ഇന്നലെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നടന്നു വരുന്നത്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള ഒരു നടപടികൾ തന്നെയാണ് പോലീസ് ഉള്ളത്. ആദ്യഘട്ടത്തിലൊക്കെ ഇന്ന് ഇയാളെ ഈ സംഭവം നടന്ന വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമെന്നൊരു കാര്യം പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷെ നമുക്കറിയാം, ജനരോക്ഷം ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയിൽ പോലും അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും ഇവിടെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്രമസമാധാനം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് അയാളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു തീരുമാനം. അല്പസമയത്തിനകം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കണ്ട് എന്താണ് അടുത്ത ഒരു തീരുമാനം എന്ന കാര്യം അറിയിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും അതിനുവേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അതിന് ശരി, കഠിനംകുളം കൊലപാതകം കേസിൽ പ്രതി ജോൺസനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാകും. വിവരങ്ങൾ നൽകിയത് സ്വാന്തന സാജു ആയിരുന്നു.